ഒരു ചെറിയ പണി വരാനുള്ള സാധ്യതയുണ്ട് കേസ്. അതായത് UK ടെലികോം കമ്പനികൾ കിൽ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സ്റ്റോറിൽ നിന്നോ വെയർ ഹൗസിൽ നിന്നോ ഒക്കെ മോഷണം പോകുന്ന ഫോണുകൾ കംപ്ലീറ്റ്ലി ഡിസേബിൾ ചെയ്യാനുള്ള ഒരു സംവിധാനമാണിത്. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ വെയർ ഹൗസിൽ നിന്നോ ഒരു ഫോൺ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ബില്ലിംഗ് ഇല്ലാതെ പോകുന്ന ഒരു ഫോൺ അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ IMEI നമ്പർ ഈ ഓപ്പറേറ്റേഴ്സിന്റെ ഡാറ്റാബേസിൽ ഫ്ലാഗ് ചെയ്തിട്ട് അത് സ്റ്റോർ ചെയ്യും. എപ്പോഴാണോ ഈ ഫോണുകൾ നെറ്റ്വർക്കിൽ ഒരു സിം കാർഡ് ഇട്ടിട്ട് നെറ്റ്വർക്കിൽ ലൈവ് ആവുന്നത്, ആ ടൈമിൽ ഈ IMEI നമ്പർ മാച്ച് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴേ ഫോൺ ഡിസേബിൾ ചെയ്യും. അതിനുശേഷം അതിന് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കിയാൽ, ഇപ്പോൾ സിം മാറ്റിയാലും ഫാക്ടറി റീസെറ്റ് ചെയ്താലും ഒന്നും ഇതിന് ഒരു പരിഹാരം ആവത്തില്ല. ഈ ലോക്ക് മാറ്റാൻ പറ്റത്തില്ല. നിലവിൽ UK ടെലികോം കമ്പനികളായ വോഡാഫോണും വെർജിനും ഒക്കെയാണ് ഈ ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ജൂൺ 21, 22 തീയതികളിലാണ് ഇത് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. റീസൺ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം മാത്രം UK നിന്ന് മാത്രം 70,000+ സ്മാർട്ട് ഫോണുകളാണ് മോഷണം പോയിരിക്കുന്നത്. ഈ ഫോണുകളൊക്കെ UK മാത്രമാണോ, വേറെ ഏതൊക്കെ രാജ്യങ്ങളിലോട്ട് പോയിട്ടുണ്ടെന്നുള്ള ഒരു പിടുത്തവും നമുക്കൊന്നും ഇല്ല. അപ്പോൾ പലരും വില കൂടിയ സ്മാർട്ട് ഫോണുകളൊക്കെ ചിലപ്പോൾ പല ആഫ്റ്റർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ ബില്ലും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വാങ്ങാറുണ്ട്. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളൊക്കെ എങ്ങനെ ഈ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ബില്ലിംഗ് ഒന്നും ഇല്ലാതൊക്കെ എടുക്കാവോ, സേഫ് ആണെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ടെലികോം കമ്പനികളൊക്കെ ഇപ്പോൾ US-ലും അല്ല മറ്റു രാജ്യങ്ങളിലും ഒക്കെ ഇതായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഫോണുകളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ പോലും നമ്മൾ എപ്പോഴാണോ ഇത് നെറ്റ്വർക്കിൽ ലൈവ് ആവുന്നത് അപ്പോൾ ഡിസേബിൾ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്ക് ഒരു രീതിയിലും ഇത് അൺലോക്ക് ചെയ്യാൻ പറ്റില്ല, പൈസയും പോവും, ഫോണും പോവും. അപ്പോൾ ഒരു പരിധിക്കപ്പുറം ഡിസ്കൗണ്ടിൽ ഫോൺ കിട്ടുമ്പോഴത്തേക്കും ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരിൽ നിന്നൊക്കെ ഫോൺ വാങ്ങുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം മനസ്സിലുണ്ടാവണം. ഒരു ഓതറൈസ്ഡ് ഷോപ്പിൽ നിന്നോ സെല്ലറിൽ നിന്നോ മാത്രം നിങ്ങളുടെ ഫോണിന്റെ സീരിയൽ നമ്പർ ഒക്കെ അടിച്ച ബില്ലിങ്ങോട് കൂടി തന്നെ ഫോൺ വാങ്ങാൻ എപ്പോഴും ശ്രമിക്കുക. ആമസോണും ഫ്ലിപ്കാർട്ടും പോലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് ഈ ഫോണുകളൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് എത്രത്തോളം വിശ്വസിക്കാമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റില്ല. കാര്യം ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട് ഇതിനകത്തൊക്കെ വിൽക്കാനായിട്ട്. അപ്പോൾ മാക്സിമം കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് വാങ്ങുക എന്നല്ലാതെ വേറെന്താ ചെയ്യുക.